പ്രേതങ്ങൾ മാത്രം തിങ്ങി നിറഞ്ഞ ഒരു കപ്പലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അടിമുടി ദുരൂഹത നിറഞ്ഞ പ്രേതങ്ങൾ മാത്രം താമസക്കാരായ കപ്പലിന്റെ കഥ. അതെ, അത്തരമൊരു കഥയാണ് ക്വീൻ മേരിക്ക് പറയാനുള്ളത്. 1936 ബ്രിട്ടനിലെ സതാംപ്ടണിൽ നിന്നും അമേരിക്കയിലേക്കായിരുന്നു ക്വീൻ മേരി കപ്പലിന്റെ ആദ്യ യാത്ര. പിന്നീട് കുറെ കാലം കടലിലെ ആഡംബര യാത്രാ കപ്പലായി ക്വീൻ മേരി വിലസി. വിൻസ്റ്റൺ ചർച്ചിലിനെ പോലെയുള്ള പ്രമുഖർ ഒരു കാലത്ത് ഇതിൽ യാത്ര ചെയ്തിരുന്നു. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സൈനികരെ വഹിക്കാനുള്ള കപ്പലായി മാറാനുള്ള നിയോഗമായിരുന്നു ക്വീൻ മേരിക്കുണ്ടായിരുന്നത്. നാസി സേനയ്ക്കെതിരായ പോരാട്ടത്തിലാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കപ്പെട്ടത്. 1967 1000 അടി നീളമുള്ള ഈ കപ്പൽ കാലിഫോർണിയയിലെ ലോങ് ബീച്ചിൽ നങ്കൂരമിടുകയുണ്ടായി. പിന്നീട് ഇത് കടൽ യാത്രയ്ക്ക് ഉപയോഗിച്ചിട്ടേയില്ല. അന്നു മുതൽ ഇന്നു വരെ ഇതൊരു ഹോട്ടലും വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. പേടിപ്പെടുത്തുന്ന പ്രേത കഥകളാൽ അടിമുടി നിറഞ്ഞ ഈ കപ്പൽ സന്ദർശിക്കാൻ എന്നാൽ ഇന്നും വിനോദസഞ്ചാരികളുടെ ഒരു വലിയ ഒഴുക്ക് തന്നെയാണ് സംഭവിക്കുന്നത്. 50ഓളം ദുർമരണങ്ങൾ ഈ കപ്പലിൽ നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിനാലാണ് കപ്പലുമായി ബന്ധപ്പെട്ട നിരവധി പ്രേത കഥകൾ പ്രചരിച്ചത്. ക്വീൻ മേരിയിലെ പ്രേതങ്ങളെ പലരും പലതവണ കണ്ടതായി അവകാശപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവരിൽ പലർക്കും പേരുകളുമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് വൈറ്റ് ലേഡി. 1/2 നൂറ്റാണ്ട് മുൻപ് കപ്പലിൽ കയറിയ ഈ പ്രേതം പിന്നീട് പോയിട്ടില്ലത്രേ. വൈറ്റ് ലേഡിയുടേതെന്ന പേരിൽ ഒരു ഫോട്ടോയും ഇതിനോടകം തന്നെ പ്രചരിച്ചിരുന്നു. ഇത് ചില പത്രങ്ങളിൽ അച്ചടിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ ഈ സ്ത്രീരൂപം ഫസ്റ്റ് ക്ലാസ് വിഭാഗത്തിന് മുന്നിലുള്ള സലൂണിന് സമീപത്തായാണ് കാണപ്പെടുന്നതെന്നാണ് ചില യാത്രക്കാർ പറഞ്ഞത്. ജോൺ ഹെൻറി എന്ന മറ്റൊരു പ്രേതവുമുണ്ട്. കപ്പലിന്റെ ബോയിലർ റൂമിലായിരുന്നു ഹെൻറി ജോലി ചെയ്തിരുന്നത്. അവിടെ എന്തോ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ ഹെൻറി പ്രേതമായി മാറുകയായിരുന്നു. കപ്പൽ സന്ദർശിക്കാൻ വരുന്നവരോട് ബിയറിനെ കുറിച്ച് സംസാരിക്കാനൊക്കെയാണ് ഹെൻറിക്ക് കൂടുതലും താല്പര്യം. ഗ്രംപി എന്ന പ്രേതത്തിനാകട്ടെ കപ്പലിലെ കോണിപ്പടികളുടെ കീഴിൽ ഒളിക്കാനാണ് ഇഷ്ടം. അവിടെ ഇരുന്ന് ആളുകളുടെ നേർക്ക് മുരൾച്ച പുറപ്പെടുവിച്ചുകൊണ്ട് അവരെ പേടിപ്പിക്കും. കപ്പലിന്റെ അവസാന കാലത്തെ ക്യാപ്റ്റനായിരുന്ന ട്രഷർ ജോൺസും പ്രേതമായി ഇവിടെ ചുറ്റിത്തിരിയുന്നുണ്ടെന്നാണ് വിശ്വാസം. എന്നാൽ വിരമിച്ച ശേഷം പ്രായമായി മരിച്ച ജോൺസ് എങ്ങനെ ഇവിടെ പ്രേതമായി വരും എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഉത്തരമില്ല. ജോൺ പെഡർ എന്ന 18കാരന്റെ പ്രേതത്തിന് ചെറിയൊരു ദുസ്വഭാവമുണ്ട്. പോകുന്നിടത്തെ മുറികളിലെല്ലാം തന്നെ അവിടുത്തെ ഭിത്തികളിലെല്ലാം ഗ്രീസ് പുരണ്ട തന്റെ കൈപ്പത്തി വെച്ചമർത്തിക്കൊണ്ട് അടയാളമുണ്ടാക്കും. എന്നാൽ ഇതേ പ്രേതങ്ങൾ കാരണമാണ് വിനോദസഞ്ചാരികൾ ധാരാളമായി ഈ കപ്പലിലേക്ക് എത്തുന്നതും കേട്ടോ. ക്വീൻ മേരിയിലെ ടൂറിസം ഊർജിതപ്പെടുത്താനായി ഹാലോവിൻ ദിനത്തിൽ ഡാർക്ക് ഹാർബർ എന്ന പ്രശസ്തമായ പരിപാടിയും ഈ കപ്പലിൽ വെച്ച് നടക്കുന്നുണ്ട്. കപ്പലിന്റെ ദുരൂഹത വളർത്താനായി പ്രേതകഥകൾക്ക് പൊടിപ്പും തൊങ്ങലും വെച്ച് നല്ല രീതിയിൽ തന്നെ പ്രമോഷനും കപ്പലിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി പടച്ചുവിടുന്നുമുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ പോലും ഇതുണ്ട്. അമേരിക്കൻ ചിന്തകനായ ജോയി നിക്കലൊക്കെ കപ്പലിലെ പ്രേതകഥ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന് എതിരാണ്. കപ്പലിൽ പ്രേതവുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല എന്ന് തന്നെയാണ് നിക്കൽ അടിയുറച്ചു പറയുന്നതും വിശ്വസിക്കുന്നതും. മനുഷ്യ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. കേൾക്കുന്ന കഥകളിൽ നിന്ന് സ്വയം ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായി തോന്നുന്ന ഒരു അവസ്ഥ. പാരഡോലിയ എന്ന ഈ പ്രതിഭാസമാണ് കപ്പലിൽ കയറുന്നവരുടെ അതീന്ദ്രിയ അനുഭവങ്ങൾക്ക് പിന്നിലെന്നാണ് നിക്കൽ പറയുന്നത്. എന്താണെങ്കിലും ഒഴുകുന്നൊരു ഭാർഗവി നിലയമാണ് ക്വീൻ മേരി എന്ന് തന്നെ പറഞ്ഞു വെക്കാം.